നമ്മളിന്ന് നോക്കാൻ പോകുന്നത് ഡച്ച് നാഷണൽ ഫ്ലാഗ് അൽഗോരിതമാണ്. അതായത് ഒരൊറ്റ ഇറ്ററേഷനിൽ നമ്മൾ സീറോസ് ഒക്കെ ഫസ്റ്റ് ഉണ്ടാകണം, വൺസ് ഒക്കെ സെക്കൻഡ് ഉണ്ടാകണം, തേർഡ് ഇല്ല സെക്കൻഡ് ഒക്കെ 2 ഒക്കെ ലാസ്റ്റ് വരണം. അതായത് സോർട്ട് ചെയ്യണം. നമ്മൾ ഡച്ച് സോർട്ട് അൽഗോരിതമാണ് യൂസ് ചെയ്യണത്. ഇതിൻ്റെ മെയിൻ ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇത് മൊത്തം സോർട്ട് ചെയ്യണം, അതും ഒരൊറ്റ ഇറ്ററേഷനിൽ. അതാണ് എൻ്റെ ചലഞ്ച്. ഇത് നമ്മൾ ഇതുവരെ ഒരു പോയിൻ്റർ വെച്ചാണ് യൂസ് ചെയ്തത്. ഇതിൽ നമുക്ക് ഒരു പോയിൻ്റർ പോരാ. ഞാൻ പറയാം, നമുക്കിവിടെ ലോ ഏറ്റവും ലോവസ്റ്റ് എമൗണ്ട് കണ്ടുപിടിക്കാൻ ലോ, നമുക്ക് രണ്ടാമതൊരു പോയിൻ്റർ വേണം വിച്ച് ഈസ് ഹൈ. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് മൂന്നാമത് എണ്ണം കൂടെ വേണം മിഡാണ്. ഇങ്ങനെ ഐട്രേറ്റ് ചെയ്ത് പോകുന്നത്. ഇതിൽ നമ്മൾ ഫോർ ലൂപ്പ് യൂസ് ചെയ്യില്ല, മിഡാണ് ഐട്രേറ്റ് ചെയ്യണം. ഹൈ എന്തായാലും ലാസ്റ്റ് കിടക്കും, ലോ എന്തായാലും ഇവിടെ കിടക്കും, മിഡാണ് നമ്മൾ ഐട്രേറ്റ് ചെയ്ത് പോകുന്നത്. പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ നമുക്ക് പോകും. അപ്പോൾ നമുക്ക് കിട്ടുന്ന 1 ആണ്. 1നെ എടുത്തിട്ട് നമുക്ക് മിഡ് എടുത്തിട്ട് ഫ്രണ്ടിലോട്ട് വയ്ക്കുക. 1ൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല തൽക്കാലം, കാരണം നടുക്ക് എവിടെയാണെന്ന് നമുക്ക് അറിയില്ല. 1 നടുക്കാണോ 2 ഏകദേശം. അപ്പോൾ നമ്മൾ ഫ്രണ്ടിലോട്ട് വയ്ക്കുക. ഇനി നോക്കുമ്പോൾ മിഡ് നോക്കുമ്പോൾ 0, ഒബ്വിയസ്ലി 0 വരുമ്പോൾ നമ്മുടെ ലോവസ്റ്റിലേക്ക് നമ്മൾ സ്വാപ്പ് ചെയ്യുക. 0 വരുമ്പോൾ നമ്മൾ ലോവസ്റ്റ് മിഡും സ്വാപ്പ് ചെയ്യുക. മിഡ് പ്ലസ് ചെയ്യുക, ലോ എങ്ങോട്ടേക്ക് പോകുന്നത് 1 ആണ്. 1 അപ്പോഴേക്കും മിഡ് പിന്നെയും പ്ലസ് ചെയ്യുക, മിഡ് ഇങ്ങോട്ടേക്ക് പ്ലസ് ചെയ്യുക. ആൻഡ് ഇവിടെ 0 എന്നുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ലോ എന്താണ് ഇവിടെ? ഇപ്പോൾ ലോ നമ്മൾ ഇവിടെയാണ് നിൽക്കുന്നത്. അപ്പോൾ ലോ നമ്മുടെ ഇവിടെ 0 പോവുക. ഈ സാധനം ഇവിടെ സ്വാപ്പ് ചെയ്യുക. മിഡ് പ്ലസ് ലോ പ്ലസ്. ആൻഡ് നെക്സ്റ്റ് സ്റ്റെപ്പ്, അവിടെ നമ്മുടെ 1 ആണ്, ഒന്നും ചെയ്യാൻ പറ്റില്ല. മിഡ് പിന്നെയും പ്ലസ്. അതായത് നമ്മുടെ 0 ഇവിടെ നിൽക്കുകയാണ്. അപ്പോൾ 0 എന്ത് ചെയ്യുക? നമ്മളിവിടേക്ക് സ്വാപ്പ് ചെയ്യുക. തടാ. ആൻഡ് ലോ പ്ലസ് മിഡ് പ്ലസ്. അപ്പോൾ ഇപ്പോൾ 0 ഒക്കെ ഫസ്റ്റ് വന്ന് തുടങ്ങി, 1 നടുക്കുവന്ന് തുടങ്ങി. ഇനി അടുത്ത 1 കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ജസ്റ്റ് പ്ലസ് ചെയ്യുക, പ്ലസ് ചെയ്യുക. അപ്പോൾ 0 എത്തി. 0ൻ്റെ ഇവിടെ സ്വാപ്പ്. ഓനോ ഓക്കെ, ഇത് പ്ലസ് ചെയ്യാം. ഇനി നെക്സ്റ്റ് വരുമ്പോൾ 2 വരും. 2 വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൈയായിട്ട് സ്വാപ്പ് ചെയ്യുക. ഹൈ ആയിട്ട് സ്വാപ്പ് ചെയ്യുക. അതെന്തിനാണ് സ്വാപ്പ് ചെയ്യുക? എനിക്ക് ഇവിടെ അൺനെസറി സ്വാപ്പ് നടക്കുന്നുണ്ടെന്നാണ്. സ്വാപ്പ് ചെയ്യുക, ഹൈ ആയിട്ട് തന്നെ സ്വാപ്പ് ചെയ്യുക. 2 വന്നു കഴിഞ്ഞാൽ ഹൈ ആയിട്ട് സ്വാപ്പ് ചെയ്യുക. 2 വന്നു കഴിഞ്ഞാൽ ഹൈ ആയിട്ട് സ്വാപ്പ് ചെയ്യുക. ഹൈ മൈനസ് ചെയ്യുക. ഇത് തന്നെ ഇവിടെ തന്നെ ഒരു സ്വാപ്പ് കൂടെ ചിലപ്പോൾ നടക്കും. അത് കഴിഞ്ഞിട്ട് മിഡ് ഇങ്ങോട്ടേക്ക് പോയി ഹൈ ഇങ്ങോട്ടേക്ക് വരികയാണെങ്കിൽ ഈ കണ്ടീഷനിൽ നമുക്കിവിടെ വെച്ച് ലൂപ്പ് സ്റ്റോപ്പ് ചെയ്യാം. അതായത് വൈൽ ലൂപ്പ് എപ്പോഴും നമ്മുടെ ലൂപ്പ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മിഡ് എപ്പോഴും ഹൈന്ന് താഴെ ഇരിക്കണം. ഹൈ ഇപ്പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മളെപ്പോഴേക്കും ഈ സാധനം സ്റ്റോപ്പ് ചെയ്യും. ഹൈ ഈക്വൽ ടു array dot length -1. ഹൈ ഈക്വൽ ടു array dot length -1. അതുപോലെ തന്നെ ലെറ്റ് മിഡ് ഈക്വൽ ടു 0. നമ്മളിതെല്ലാം ഒരു വൈൽ ലൂപ്പിൻ്റെ അണ്ടറിൽ കൊടുക്കുകയാണ്. വൈൽ ലൂപ്പിൻ്റെ അണ്ടർ എന്ന് വരുമ്പോൾ വൈൽ മിഡ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഹൈ. ഒരിക്കലും മിഡ് മേളിൽ പോകാൻ പാടില്ല. അപ്പോൾ ആ കണ്ടീഷൻ നടക്കാൻ പാടില്ല. അപ്പോൾ നമ്മുടെ വൈൽ ലൂപ്പ് വൈൽ മിഡ് ഈക്വൽ ടു ഹൈ ലെസ് ദാൻ ഈക്വൽ ടു ഹൈ. ഇനി 3 കണ്ടീഷനാണ് വേണ്ടത്. 1 ആണോ 0 ആണോ 2 ആണോ? ഈ 3 കണ്ടീഷൻ നമുക്ക് ചുമ്മാ എഴുതി വയ്ക്കാം. ഇഫ് array dot i മിഡ് നമ്മൾ എന്തെങ്കിലും മിഡാക്കണം. നമുക്കിത് ഐ ആക്കാം സുഖത്തിന്. മിഡിന് നമ്മൾ ഐ ആക്കി കേട്ടോ. ഇത് നമുക്ക് ഐ ആക്കാം. ഈക്വൽ ടു 0. ഈ സാധനത്തിൻ്റെ ആവശ്യം നമുക്കില്ല, ഇതിൻ്റെ ആവശ്യം നമുക്കില്ല. ജസ്റ്റ് നിങ്ങൾക്ക് ക്ലാരിറ്റി വരാൻ വേണ്ടി ഞാൻ ചെയ്തതാണ്. ഐ 1 ആണെങ്കിൽ, ഇഫ് ഐ ഈക്വൽ ടു 1 ആണെങ്കിൽ മിഡ് പ്ലസ് അത്രേ ഉള്ളൂ. ഐ ഈക്വൽ ടു 1 ആണെങ്കിൽ നമുക്കൊന്നും ചെയ്യാനില്ല, മിഡ് പ്ലസ് ചെയ്യാം. ഓക്കെ, ഇപ്പം മിഡ് ഈക്വൽ ടു 0 ആണെങ്കിൽ സ്വാപ്പ് ചെയ്യാം. ഹൈ പ്ലസ് ആണിത്. ഹൈ പ്ലസ് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ മിഡ് ഫ്രണ്ടിലോട്ട് പോവാം. മിഡ് പ്ലസ് ലോ പ്ലസ്. ഓക്കെ, ലോ പ്ലസ് നമ്മൾ ഹൈ ആയിട്ട് സ്വാപ്പ് ചെയ്യുക. ഹൈ മൈനസ് അത്രയുള്ള സംഭവം. നമുക്കിനി array റിട്ടേൺ ചെയ്യാം.
ആൻഡ് ടടാ നമ്മുടെ സാധനം ഫിക്സ് ആയി. ഇത്രേ ഉള്ളൂ. സിമ്പിൾ.